ഹായ് ഫ്രണ്ട്സ്, അച്ഛന് ചായ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അച്ഛൻ അക്കരെ പറമ്പിൽ വാഴ നനയ്ക്കുന്നുണ്ട്. അപ്പോൾ ചായ വേണമെന്ന് വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ അതും കൊണ്ട് പോവുകയാണ്. ഞാൻ കുളിച്ച് റെഡിയായി എൻ്റെ വർക്കൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ടിരിക്കുന്ന സമയത്താണ് അച്ഛൻ എന്നെ വിളിച്ചിട്ട് ചായ വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഈ ഒരു ഫ്ലാസ്ക് നിറച്ചും ചായ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ നിറച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അമ്മ അത് നിറച്ചെടുത്ത് വെച്ച് തന്നു. ഞാൻ ഇതിലിങ്ങനെ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് നമ്മൾ അക്കരെ പറമ്പിലേക്ക് പോകുന്നത്. ഈ മുടി കണ്ട് ഞാൻ അന്ന് മുറിച്ച മുടിയാണ്. ഇതിന് 2 വട്ടം എനിക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്ന് വഴക്കാട്ടെ. ഒന്ന് അച്ഛൻ കണ്ടുപിടിച്ചപ്പോൾ, പിന്നെ ഒന്ന് അച്ഛൻ വേറെ എപ്പോഴോ അത് കണ്ടപ്പോൾ വീണ്ടും എന്നെ വഴക്ക് പറഞ്ഞു. ഒരേ തെറ്റിന് 2 വട്ടം ഞാൻ ശിക്ഷ അനുഭവിച്ചു ഗൈസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഞാനിത് പോകുന്ന സമയത്ത് ഇതിങ്ങനെ മുന്നിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുക. എന്നിട്ട് പിന്നെ ഞാൻ ഒരു വിധത്തിൽ അച്ഛൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേനും ഒതുക്കി വെച്ചു. ഉള്ളിൽ വേറെ മുടികളുടെ ഉള്ളിലിട്ട് ഒതുക്കി വെച്ചു. ഇത് ഈ പാലം കടന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പാലത്തിൽ കയറുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ വെള്ളമൊക്കെ ഇല്ലാത്ത സ്ഥലത്ത് എത്തിയപ്പോഴാണ് വീണ്ടും വീഡിയോ എടുത്തത്. എങ്ങാനും ഫോൺ നിലത്ത് പോയാൽ പോയി ഗൈസ്. പിന്നെ ഞാൻ അച്ഛൻ്റെ അടുത്ത് എത്തി. അച്ഛൻ അവിടെ നനച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കുറച്ച് നേരം വെറുതെ നോക്കിക്കൊണ്ട് നിന്നു. കുറച്ച് നേരം ഞാൻ അവിടെ നിന്നു കേട്ടോ. അച്ഛൻ വന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് നേരം നനച്ചു. അപ്പം അച്ഛൻ ചായ കുടിച്ചു. അച്ഛൻ ചായ കുടിച്ചിട്ട് പാത്രം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് എടുത്തുകൊണ്ട് പോവുകയാണ്. അതിനകത്ത് ചായ നല്ല ബാക്കിയുണ്ടായിരുന്നു. അച്ഛൻ ഇത്തിരിയേ കുടിച്ചുള്ളൂ. അപ്പം ഞാനത് എടുത്ത് പോയി കണ്ടു. എൻ്റെ മുറിച്ച മുടിയൊന്നും ഇപ്പം കാണുന്നില്ല ഗൈസ്. അയ്യോ. പിന്നെ ഞാൻ അവിടെ നിന്ന് പോന്നു ഗൈസ്. അതിന് ഞാൻ ഇന്ന വഴി തന്നെയാണ് തിരിച്ചും പോകുന്നത്. അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും എടുത്തില്ല പ്രത്യേകിച്ച്. ഇത് ഞാൻ അവിടെ നിന്ന് വെറുതെ കണ്ടപ്പോൾ എടുത്തതാണ്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ടിങ്ങനെ നടന്നു. ഇപ്പോൾ ഒരു തണുപ്പാണ് ഇവിടെ, ഭയങ്കര തണുപ്പാണ്. ഒരു 5 മണി 4:30 ആകുമ്പോഴത്തേനും തണുപ്പ് തുടങ്ങും. ഭയങ്കര തണുപ്പാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇതോടുകൂടി ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ചു. നിങ്ങളവിടെ